ഗായ്സ്, അങ്ങനെ നമ്മൾ അമ്മാമ്മേനോടും പപ്പീനോടും ടാറ്റാറിന് മനോരമേൻ്റെ അവിടെ നിന്ന് ഒരു KSRTC ബസ് കയറി KSRTC സ്റ്റാൻഡിൽ പോയി അവിടെ നിന്ന് വേറൊരു KSRTC ബസ് കയറി നമ്മളവിടെ പോവാ മടപ്പള്ളിക്ക്. ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായ വിശേഷമൊക്കെ എല്ലാവരും അറിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഗായ്സ്, ഞാൻ ഇന്ന് സുന്ദരി ആയിട്ടില്ലേ? അല്ലെങ്കിൽ ഞാൻ സുന്ദരിയാന്ന് എനിക്കറിയാം. അതൊക്കെ അവിടെക്കട്ടെ. നമ്മളെ മാനേജർ സ്ക്വയർ നിറഞ്ഞത് നിങ്ങൾ ആരും ശ്രദ്ധിച്ചിരുന്നോ? ആ വെള്ളമൊക്കെ ഫുള്ള് നിറഞ്ഞ് ഞാൻ എന്റെ ലൈഫ് തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ആ നീല ആകാശവും കാണാൻ തന്നെ എന്തൊരു ഭംഗിയാ. അതൊക്കെ കഴിഞ്ഞ് ഏകദേശം വെസ്റ്റീലിൽ അവിടെയൊക്കെ എത്തിയപ്പോഴാണ് ഈ മുന്നിൽ പോകുന്ന കാറ് കണ്ടോ. ഈ ബസ്സിനിട്ട് സൈഡും കൊടുക്കുന്നില്ല, ബാക്കി വണ്ടീനെ പോകാനും സമ്മതിക്കുന്നില്ല. ഭയങ്കര എന്താ പറയുക സ്പീഡിലൊക്കെയാണ് ഈ ചേട്ടൻ വണ്ടി ഓടിച്ചത്. അതൊക്കെ കഴിഞ്ഞപ്പോ ദാണ്ട് കിടക്കണം. തിരുവങ്ങൂർ എത്തിയപ്പോ നല്ല ബ്ലോക്ക്. നാഷണൽ ഹൈവേയും സർവീസ് റോഡും ഒക്കെ ബ്ലോക്ക്. എങ്ങോട്ട് തിരിയാൻ പറ്റാത്തൊരവസ്ഥ. തിരുവങ്ങൂർ ഒരു അമ്പലമുണ്ട്, അത് കഴിഞ്ഞപ്പോ പിന്നെയും ബ്ലോക്ക്. ആ ബ്ലോക്കിന്റെ അടുത്ത് ഞാൻ അങ്ങനെ വിചാരിച്ചോളൂ ഒരു ആംബുലൻസ് വന്ന പെട്ടുപോയില്ലേന്ന്. അപ്പം വേറൊരു സംഭവം ഉണ്ടായി, നിങ്ങൾ കണ്ടു നോക്കുക, അപ്പം മനസ്സിലാവും. ആയിട്ട് മാർക്ക് ചെയ്ത കാറ് കണ്ടോ? ആ കാറാണ് വന്ന് ബ്ലോക്ക് ആയത്. ആ ചേച്ചി കറക്റ്റ് ഓടിക്കായിട്ടാണ് ആ വണ്ടി പെട്ടെന്ന് റിവേഴ്സ് ആവുകയും അവിടെ വന്ന് ബ്ലോക്ക് ആവുകയും ചെയ്തത്. അപ്പൊ തന്നെ ആ റോഡിൽ ഒരു ആംബുലൻസ് വന്ന് അവിടെ ബ്ലോക്ക് ആവുകയും ചെയ്ത്. ഇനിയെങ്കിലും വണ്ടി ശരിക്കും ഓടിക്കാൻ പഠിച്ചതിന് ശേഷം മാത്രം റോട്ടുമേലേക്ക് ഇറങ്ങാൻ നിൽക്കുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മൂരാട് പാലത്തിന്റെ അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ തന്നെ അടിപൊളി ഒരു സൺസെറ്റ് ആയി. അങ്ങനെ നമ്മൾ വടകര എത്താനായപ്പോൾ നമ്മൾ കൊച്ചു ട്രെയിൻ പോകുന്നൊക്കെ ഉണ്ട്. പിന്നെ എന്റെ വ്ളോഗൊക്കെ കാണുന്നവരോട് ഞാനൊരു ബിഗിനറാണ്, അതിൻ്റെതായ ഇൻപെർഫെക്ഷൻസ് ഒക്കെ എന്റെ വ്ളോഗിലുണ്ട്. അതൊക്കെ ക്ഷമിച്ച് എന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രം എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ മടപ്പള്ളി എത്തി ഇറങ്ങിയെത്തി KSRTC ബസിന്റെ ഡോറ് കേടാൻ തോന്നുന്നു. അതിന്റെ ഉള്ളിൽ എന്റെ കൈ കുടുങ്ങിയിട്ട് ചോരയൊക്കെ വന്നു. നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഇതൊന്നും കാണുന്നില്ല. എല്ലാ കാര്യങ്ങളും ശരിയാക്കുമ്പോൾ ഈ ഡോറും കൂടി ഒന്ന് ശരിയാക്കുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ ഞാൻ ഫൈനലി PG എത്തി ഗൈസ്. ഞാൻ എത്തി ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞത്തേക്കുമ്പോഴും മുബാടിയും അർഷിയും കൂടെ എത്തിനു. അങ്ങനെ പടിവാതിലും തുറന്നു വന്നിരിക്കുക 2 കടവാവലുകൾ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ഗൈസ്. ബൈ.